കോൺഗ്രസിന് ഓരോ ദിവസവും 8ന്റെ പണികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാരണം കോൺഗ്രസിൽ നിന്ന് നേതാക്കൾ അടക്കം തക്കം പാർത്തിരിക്കുകയാണ് ഒന്ന് കളം മാറ്റി ചവിട്ടാൻ. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ നിലവാരം എന്താണെന്ന് ആ പാർട്ടിയിൽ നിൽക്കുന്ന ഓരോ വ്യക്തിക്കും അറിയാവുന്നതാണ്. പറയുന്ന വാക്കിന് പോലും നിലപാടില്ലാത്ത കുറെ നേതാക്കൾ വാഴുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. ഇപ്പോൾ KPCC പ്രസിഡന്റ് K സുധാകരന്റെ അടുത്ത അനുയായിയും കണ്ണൂർ DCC ജനറൽ സെക്രട്ടറിയുമായിരുന്ന C രഘുനാഥ് BJPയിലേക്ക് ചേർന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം കോൺഗ്രസ് പാർട്ടി വിടുന്നുവെന്ന വിവരം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെയും വാർത്താ സമ്മേളനത്തിലൂടെയും അറിയിച്ചത്. എന്നാൽ താൻ രാജിവെച്ചാലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് താൻ കാണുമെന്ന് അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ BJPയിൽ ചേർന്നതായി അറിയിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ട് BJP അധ്യക്ഷൻ JP നദ്ദയിൽ നിന്നാണ് അദ്ദേഹം അംഗത്വം സ്വീകരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മിടത്ത് UDF സ്ഥാനാർത്ഥിയായിരുന്ന രഘുനാഥ് കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വിഭാഗവുമായി അകൽച്ചയിലായിരുന്നു. നേരത്തെ A ഗ്രൂപ്പിലായിരുന്നെങ്കിലും നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുൻപാണ് സുധാകരൻ പക്ഷത്തിലേക്ക് ചേർന്നത്. പിന്നീട് സുധാകരന്റെ വിശ്വസ്തനും അടുത്ത അനുയായിയുമായി മാറി. 2 ആഴ്ച മുൻപ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നതായി അറിയിച്ചിരുന്നു. ഭാവി കാര്യങ്ങൾ പിന്നീട് തീരുമാനിക്കുമെന്ന് അന്ന് പറഞ്ഞെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടില്ല. അതേസമയം സുധാകരന്റെ അറിവോടെയാണ് രഘുനാഥ് BJPയിൽ ചേർന്നതെന്ന് സുധാകര വിരുദ്ധപക്ഷം കരുതുന്നു. സുധാകരന്റെ തുടർച്ചയായി BJP RS അനുകൂല പ്രസ്താവനയാണ് ഇതിന് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത്. സർവകലാശാല സെനറ്റുകളിലേക്ക് RSSകാരെ ഗവർണർ തിരികെ കയറ്റുന്നതിനെതിരെ കഴിഞ്ഞ ദിവസമാണ് സുധാകരൻ ന്യായീകരിച്ചത്. തനിക്ക് ശരിയെന്ന് തോന്നിയാൽ BJPയിലേക്ക് പോകുമെന്നും ആവർത്തിച്ചിരുന്നു. RSS ശാഖയ്ക്ക് കാവൽ നിന്ന കാര്യവും സുധാകരൻ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു. ഇതെല്ലാം കോൺഗ്രസിലെ മൃദു ഹിന്ദുത്വ നിലപാടുകൾക്ക് BJPയിലേക്ക് വഴികാട്ടിയതായി ഒരു വിഭാഗം കരുതുന്നു. മുൻ വൈസ് ചാൻസലറും PSC ചെയർമാനുമായിരുന്ന KS രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രമുഖർ BJPയിൽ ചേർന്നത് ഇത്തരം നിലപാടുകളുടെ തുടർച്ചയായിരുന്നു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.